ഈ രൂപത്തിലായിരുന്ന തന്നെ ഈ ഒരു രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള വേറൊരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു റോബസ്റ്റ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിടുക, പിന്നെ 2 കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുക, പിന്നെ നമ്മൾ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്, ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അരക്കപ്പ് കറക്റ്റ് എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ 2 കഷ്ണം ചെറിയ കറുവാപ്പട്ടയും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരിക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുക. ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ടെടുക്കുക. സംഭവം സിമ്പിളാണ്. ഒരു 3 എണ്ണം വരെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ. നമ്മൾ ഈ ഒരു മെഷർമെൻറ്റിൽ പാല് ചേർക്കണവർക്ക് ചേർക്കാം. ഇപ്പോൾ കലോറി കൂടെ ഉണ്ടാകുന്ന വെച്ചിട്ടാണ് പാല് ഞാൻ ഒഴിവാക്കിയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഒരു 3 അപ്പത്തിനുള്ള മാവ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. അത് 3ഉം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. 3 അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ കുറച്ച് തേനൊക്കെ ഒഴിച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് റോബസ്റ്റ പഴം തന്നെ ജസ്റ്റ് ഒന്ന് അലങ്കാരത്തിന് വെച്ചിട്ട് ഒരു അരക്കഷ്ണം കേട്ടോ, പകുതി റോബസ്റ്റ പഴമൊക്കെ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കഴിച്ച് അടിപൊളിയാണ്. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.